മഴ തോരും മുമ്പിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനെ പ്രാർത്ഥിക്കുന്നത് നോക്കി ഇങ്ങനെ മുത്തശ്ശി സന്തോഷത്തോടെ കിടക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. എന്നിട്ട് മുത്തശ്ശിനെ നോക്കി പുഞ്ചിരിച്ച് അതിനുശേഷം മുത്തശ്ശിയുടെ കാലും തൊട്ട് നിറയിൽ വെക്കുന്നുണ്ട്. നീ ഇതൊക്കെ എവിടെന്നാ പഠിച്ചത് കുഞ്ഞെ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ മുത്ത മുത്തശ്ശി എൻ്റെ മുത്തശ്ശിയല്ലേന്ന് ചോദിക്കും. ഞാൻ എങ്ങനെ നിൻ്റെ മുത്തശ്ശിയാവും? അതെന്താ? മുത്തശ്ശി എന്നെ കൊച്ചുമോളെ പോലെ കണ്ടാൽ മതി. ആ അങ്ങനെ എന്നാൽ എൻ്റെ മോളുടെ മോളെപ്പോലെ ഞാൻ നിന്നെ കാണാമെന്ന് പറയും. അപ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷം അത് കേൾക്കുമ്പോൾ മനസ്സിൽ. അങ്ങനെ തന്നെയാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് ശരി, ഇനി ഞാൻ എൻ്റെ കൊച്ചുമോളായിട്ട് തന്നെ നിന്നെ കാണുള്ളൂ എന്ന് പറയും. അങ്ങനെ മുത്തശ്ശി സന്തോഷത്തോടെ അലീനയോട് കുളിച്ചോളാനൊക്കെ പറയും. അങ്ങനെ അലീന കുളിക്കാൻ പോകും. മനു ആണെങ്കിൽ ഓടി വരുന്നുണ്ട്. ഓടി വന്നിട്ട് മുറിയുടെ വാതിൽ മുട്ടണോ വേണ്ടോ എന്ന് ആലോചിക്കും. എന്നിട്ട് മുട്ടും. അപ്പോൾ അതിന് മുന്നേ അലീന വാതിലിൻ്റെ കുറ്റി തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു മുത്തശ്ശി പറഞ്ഞിട്ട്. അങ്ങനെ മുറിയിലേക്ക് വന്നതോടുകൂടി തന്നെ മനുവിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇതെന്താ മുത്തശ്ശി കാണണേ? ഇവിടേക്ക് വരുമ്പോൾ ആകെ വൃത്തികേടും ഒരു ദുർഗന്ധമൊക്കെ ആയിരുന്നല്ലോ. എല്ലാം ആ പെൺകുട്ടിയുടെ പണിയാടാന്ന് പറയും. എങ്ങനെയുണ്ട് ഞാൻ കണ്ടെത്തിയ പെൺകുട്ടി മുത്തശ്ശിക്ക് എന്ന് പറയും. സൂപ്പറാടാന്ന് പറയും. സൂപ്പർ എന്ന് പറയും. ആ അങ്ങനെ അതാണ് മനു എന്ന് പറയും. എന്നിട്ട് ആളെന്തേന്ന് ചോദിക്കും. കുളിക്കേടാന്ന് പറയും. അങ്ങനെ അലീന ആ വാതുക്കലേക്ക് പെട്ടെന്ന് വരുന്നുണ്ട്. അങ്ങനെ മനുവിനെ കാണുമ്പോൾ ഷാളൊക്കെ നേരെ ഇട്ടിട്ട് പറയും. എന്താ അലീനെ കാണിച്ച് വെച്ചേക്കണേ? ഈ മുറിയിലേക്ക് വരാൻ പറ്റില്ലായിരുന്നല്ലോ. ഞങ്ങൾ ഇതിന് മുന്നേ വന്നിരുന്നപ്പോൾ ഇതിൽ ഭയങ്കര ദുർഗന്ധം മറ്റുള്ളതായിരുന്നല്ലോ. അങ്ങനെ നോക്കിയാൽ മുത്തശ്ശി ഏതാണ്ട് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോവുകയായിരുന്നു. ഇതിപ്പോൾ ഈ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി ഇനി ഒരുപാട് കാലം കൂടെ ജീവിക്കുമല്ലോ എന്ന് ചോദിക്കും. മനു വേണ്ട, നീ എന്നെ കളിയാക്കണ്ട, മര്യാദയ്ക്ക് നീ ഇവിടെ വന്നിരിക്കുന്നു പറയും. എന്നിട്ട് പറയും നീ എവിടെ പോകണമെന്ന് ചോദിക്കും. ബാംഗ്ലൂർ പോകണം. ഓ നീ എന്തിനാടാ ഇനി പോകണമെന്ന് ചോദിക്കും. പിന്നെ പോകാണ്ട് പറ്റുമോ? അവിടെ ഒരു ചെറിയ ജോലിയില്ലേ, അത് കളയാൻ പറ്റുമോ എന്ന് പറയും. എന്തായാലും ഞാൻ പോയിട്ട് വരാം മുത്തശ്ശി എന്ന് പറഞ്ഞ് മനു മുത്തശ്ശിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. മുത്തശ്ശി തിരിച്ചും. എന്നിട്ട് അവിടെ എത്തുമ്പോൾ അലീനോട് പറയുന്നുണ്ട്. അലീന താങ്ക്സ് എന്ന് പറയും. അപ്പോൾ അലീന ചിരിക്കും. ഈ മുറിയിലേക്ക് കയറുമ്പോൾ ഒരു ദുർഗന്ധവും അതുപോലെ തന്നെ മുത്തശ്ശി പെട്ടെന്ന് മരിക്കും എന്നുള്ളൊരു തോന്നലുമായിരുന്നു. ഇപ്പം അതെല്ലാം മാറി. അത് മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലായി മുത്തശ്ശിയുടെ മാറ്റം. എന്തായാലും മനു വീണ്ടും നന്ദിയൊക്കെ പറഞ്ഞ് താങ്ക്സ് പറഞ്ഞ് പുഞ്ചിരിച്ച് പോകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ഈ വീട്ടിലെ ആകെ ഒരെണ്ണമുള്ളൂ നല്ലത് എന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി എന്ന് അലീനയും പറയും. പിന്നെ വൈജയന്തി ഇങ്ങനെ ബബി കുഞ്ഞുമോളെ കുഞ്ഞുമോളെ എന്ന് വിളിക്കും. അപ്പോൾ വീട്ടിലെ ജോലിക്കാരിയാണ്. എന്താണെന്ന് ചോദിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് ചോദിക്കും. ആയി എന്ന് പറയും. കുട്ടികൾക്കുള്ള ടിഫിൻ, വാട്ടർ ബോട്ടിൽ, വെള്ളം എല്ലാം എടുത്തു വെച്ച് അങ്ങനെ ചോദിക്കുമ്പോൾ പറയും അതെ എനിക്ക് 2 കൈയുള്ളൂ, 4 കൈയൊന്നും ഇല്ല, ഓരോന്ന് ചെയ്യണമെന്ന് പറയും. നിൻ്റെ സാമർത്ഥ്യം ഉണ്ടല്ലോ എന്ന് പറയും. എന്തായി പുതിയ ജോലിക്കാരി വരുമെന്ന് പറഞ്ഞിട്ട് എന്ന് പറയും. വരുവടി പുതിയ ജോലിക്കാരി വരും എന്ന് പറയും. ആര് വന്നിട്ടും കാര്യമില്ല, 3-ാം ദിവസം പോകും എന്ന് പറയും. അത് ഞാൻ നോക്കിക്കോളാം, നീ നിൻ്റെ കാര്യം നോക്കിക്കോളാൻ പറഞ്ഞ് വേലക്കാരിയെ പറഞ്ഞയക്കും. എന്നിട്ട് ബബിയോട് പറയും. ബബി പോയി കഴിഞ്ഞിട്ട് ബാലേന്ദ്രനെ വിളിച്ചുകൊണ്ട് വരാൻ പറയും ഭക്ഷണം കഴിക്കാൻ. പിന്നീട് ടിഫിൻ മറ്റൊരാളോട് ചോദിക്കുന്നുണ്ട്. ഭക്ഷണം കഴിഞ്ഞ ദിവസം കൊണ്ടുപോയ ടിഫിൻ ബോക്സൊക്കെ കഴുകാൻ കൊണ്ടുവച്ചോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയും. അങ്ങനെ ഒരു മിനിറ്റിനുള്ളിൽ വീട്ടിലെല്ലാവരെയും വഴക്ക് പറയുന്നുണ്ട്. ആ സമയത്ത് ഫോൺ വരുന്നുണ്ട്. ചേട്ടനാണ്. ഞാൻ മറ്റന്നാൾ പോവുകടി, നീ വരുമോ എന്ന് ചോദിക്കും. ആ വരും എന്ന് പറയും. എങ്ങനെയുണ്ട് പുതിയ ജോലിക്കാരി അമ്മനെ നോക്കാൻ വന്നേന്ന് പറയും. ആ കുഴപ്പമില്ലടി. കുഴപ്പമില്ല എന്നൊക്കെ ഇപ്പോൾ പറയും. അല്ലല്ല നല്ല പെൺകുട്ടിയുണ്ട്, അത് സ്വാദുണ്ടെന്ന് പറയും. ഞാൻ വരട്ടെ എന്നിട്ട് ആലോചിക്കാം നല്ലതാണോ ചീത്തയാണോ, നിൽക്കണോ വേണ്ടേന്നൊക്കെ, നിർത്തണോ വേണ്ടേന്നൊക്കെ എന്ന് പറയും. എന്നിട്ട് ഫോൺ വയ്ക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും നീ എന്താണെന്ന് നേരത്തെ എന്നറിയും. എനിക്ക് 3 സൈറ്റിൽ പോകാനുണ്ട്. എൻ്റെ വൈജയന്തി നിനക്ക് പോവാണെന്നുണ്ടെങ്കിൽ നിനക്ക് പോക്കൂടെ, നീ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ ലഹള വയ്ക്കിന്, പിള്ളേർക്കൊരു സ്വസ്ഥത കൊടുക്കില്ല എന്ന് പറയും. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്ന് പറയും. അങ്ങനെ അച്ഛനും മക്കളും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. പിന്നീട് രാത്രിന് അലീന ഒരു സൈഡിലിരുന്നിട്ട് സാധാരണ രീതിയിൽ തന്നെ കഞ്ഞിയും അച്ചാറും ഒക്കെ കഴിക്കുന്നത്. അത് കഴിച്ച് ആ പാത്രം കഴുകുന്ന നേരത്ത് കമല വന്ന് പറയും കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും. ഇതുവരെ ആ കഴിഞ്ഞു എന്ന് പറയും. കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലേറ്റൊക്കെ കഴിച്ച് ആ സ്ലാബും ഡൈനിങ് ടേബിളും ഒക്കെ വൃത്തിയാക്കിയിട്ട് കിടന്നാൽ മതി എന്ന് പറയും. കിളവിനെ നോക്കാൻ അധികം പണിയൊന്നുമില്ലല്ലോ, ശമ്പളം മേടിക്കണതല്ലേ, അപ്പോൾ കുറച്ച് പണിയൊക്കെ എടുക്കാമെന്ന് പറയും. എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. പറഞ്ഞു നോക്ക് അപ്പം അറിയാം, അപ്പം നീ ഇവിടെ നിന്ന് കെട്ടും കഴയെടുത്ത് പോകേണ്ടി വരും എന്ന് പറയും. പിന്നീട് ഹരിശങ്കർ വരുന്നുണ്ട്. വന്നിട്ട് പറയും മമ്മി പറയണതൊന്നും അങ്ങനെ മുഴുവനും കേൾക്കാനും നിൽക്കണ്ട, ഒരു മയത്തിനൊക്കെ നിന്നാൽ മതി, പിന്നെ ഞാൻ വൈകുന്നേരം വാതിൽമ മുട്ടും, ഒന്ന് തുറന്നു തരണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ അലീന പേടിച്ച് നിൽക്കുകയായിരിക്കും. പിന്നീട് അലീന മുറിയിൽ നല്ലോണം കുറ്റിയൊക്കെ ഇട്ടതിന് ശേഷമാണ് വന്നിരിക്കുന്നത്. നീ ഭക്ഷണം കഴിച്ചോ? ആ കഴിച്ച്. എന്താ നിനക്ക് കമല തന്നത്? മുത്തശ്ശിക്ക് കിട്ടിയ പോലെ തന്നെ കഞ്ഞിയും അച്ചാറും എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്യുള്ളൂ മോളെ, അവൾ ജോലിക്കാർക്കൊന്നും ഭക്ഷണം കൊടുക്കൂല, വയറിരിയുന്നവരെ ശപിക്കും ഭക്ഷണം കിട്ടാതെ എന്ന് പറയും. ആണോ? എനിക്കില്ല, എനിക്ക് അങ്ങനെ ഉണ്ടില്ല മുത്തശ്ശി, ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കാറുള്ളൂ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. എന്നാൽ മോളെ ആ അളമാരിയിൽ നിന്ന് മുത്തശ്ശിക്ക് ഒരു അരിഷ്ടം എടുത്ത് തരാൻ പറയും. എന്നിട്ട് ആ അരിഷ്ടം എടുക്കും. ആ സമയത്ത് ഇങ്ങനെ കമലാനെ അങ്ങനെ ഒരുപാട് കുറ്റം പറയുമ്പോൾ അങ്ങനെ ആരെയും കുറ്റം പറയരുത് മുത്തശ്ശി, എല്ലാവരും ഒരു പക്ഷേ നല്ലവരായിരിക്കും എന്ന് പറയും.
എല്ലാവരുടെ മനസ്സിലും ഒരു നന്മയ്ക്ക് ഉണ്ടാവും മുത്തശ്ശി എന്ന് പറയും. ആ അതും ശരിയാണ്, ചിലപ്പോൾ ഉണ്ടാവും. നീ എല്ലാവരെയും സ്നേഹിക്കാൻ എവിടുന്ന് പഠിച്ചു മോളെ? ശമ്പളം പോലും നോക്കാതെ ജോലി ചെയ്യാനും ഇങ്ങനെയൊക്കെ ചെയ്യാനും രോഗികളെ ഇത്ര ശുശ്രൂഷിക്കാനും എല്ലാവരോടും ക്ഷമിക്കാനും കിട്ടുന്ന ഭക്ഷണം കഴിക്കാനും എവിടുന്ന് പഠിച്ച് എന്ന് പറഞ്ഞപ്പോൾ അലീന ഇങ്ങനെ ആലോചിക്കുന്നത് തൻ്റെ ബ്രിജിത്ത മമ്മി തന്നെ കെട്ടിപ്പിടിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മമ്മി എന്ന് പറയും. നീ അനാഥയെന്നല്ലേ മോളെ പറഞ്ഞത്, പിന്നെ നിനക്ക് എങ്ങനെ മമ്മി എന്ന് പറയപ്പോൾ എൻ്റെ മാത്രമല്ല അവിടുത്തെ എല്ലാവരുടെയും മമ്മീന്, ഞങ്ങളെല്ലാവരും എടുത്ത് വളർത്തിയത് ആ മമ്മീന് കരൾ രോഗം വന്നു ഞങ്ങളുടെ മമ്മി മരിച്ചു പോയി എന്ന് പറഞ്ഞു. അയ്യോ കഷ്ടം എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ അലീന സങ്കടത്തോടെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഞങ്ങളുടെ മമ്മിക്ക് ഞങ്ങളെല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും എന്ന് പറഞ്ഞ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഒരു അർത്ഥത്തിൽ നോക്കിയാൽ കഷ്ടമാണ്. അച്ഛൻ ആരെന്നറിയാതെ അമ്മ ആരെന്നറിയാതെ സ്വന്തം വീട് ഏതെന്നറിയാതെ നാട് ഏതെന്നറിയാതെ പറഞ്ഞപ്പോൾ അതൊന്നും സാരില്ല മുത്തശ്ശി, ഈ ലോകമാണ് എൻ്റെ വീട് എന്ന് കരുതിയാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? ആ അതും ശരിയെന്ന് പറയും. മോള് കിടന്നോ എന്ന് പറയും. അങ്ങനെ അലീന മുത്തശ്ശിനെ നമ്മുടെ മമ്മീനെ കുറിച്ചൊക്കെ ആലോചിച്ച് അതിനുശേഷം കിടക്കൊക്കെ വിരിച്ച് കിടക്കണം. ആ സമയത്ത് ഹരിശങ്കർ വന്ന് വാതിൽമ മുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കറക്റ്റ് സമയത്ത് തന്നെ ആ വാതിൽമ മുട്ടുന്നൊരു സൗണ്ട് കേട്ട് അങ്ങനെ ഞെട്ടി തെരിച്ച് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ അലീനയും അമ്മയും കൂടി കാണുന്നൊരു ഭാഗം തന്നെയാണ് എല്ലാവരും കാത്തിരുന്നൊരു ഭാഗമാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.